കാടിനുള്ളിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? കടുവയും പുലിയും കരടിയും ആനയും കാട്ടുപോത്തും മ്ലാവുകളും കുറേ വിവിധ ഇനങ്ങളായ പക്ഷികളും ഉൾപ്പെട്ട ഒരു കിടിലൻ യാത്രയിലേക്ക്. ഇതാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എപ്പോഴും കാടുകളിലേക്കുള്ള യാത്രകളാണ് മിക്കവാറും ചെയ്യാറ്. കാടുകളിലേക്കുള്ള ട്രക്കിംഗ്, സഫാരികൾ, സ്റ്റേകൾ, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ കൂടുതലായും ചെയ്യുന്നത്. ഇന്നും അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു നീണ്ട ലിസ്റ്റുമായിട്ടുള്ള വരവാണ് ഇന്ന് ഞങ്ങളുടെ വീഡിയോ. കാടിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഇഷ്ടസങ്കേതമാണ് ബന്ദിപ്പൂർ, മുതുമല, മസനഗുഡി കാടുകൾ. നമ്മുടെയെല്ലാം ഒരു സ്വപ്ന ഭൂമിയാണ് ഈ ബന്ദിപ്പൂർ, മുതുമല, മസനഗുഡി കാടുകൾ. കാടിനെ സ്നേഹിക്കുന്നവരുടെ ഒരു സ്വപ്ന ഭൂമി തന്നെയാണ് ഈ മൂന്ന് സ്ഥലവും. ഒരു യാത്രയിൽ തന്നെ നമുക്ക് ഈ മൂന്ന് സ്ഥലങ്ങളും കവർ ചെയ്ത് പോരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ബന്ദിപ്പൂർ, മുതുമല കാടുകളിൽ നമുക്ക് എവിടെയെല്ലാം താമസിക്കാം, എത്രയൊക്കെ ചാർജ് ആവും, എന്തൊക്കെയാണ് സഫാരി സംവിധാനങ്ങൾ, എത്രയാണ് സഫാരിയുടെ റേറ്റ് എന്നെല്ലാം ഉൾപ്പെടുത്തിയുള്ള കിടിലൻ വീഡിയോയാണ് ഇന്ന് നമ്മുടേത്. ബന്ദിപ്പൂർ, മുതുമല, മസനഗുഡികളിൽ കാടുകളിൽ താമസിച്ച് കാട്ടുപോത്തുകളുടെയും കാട്ടാനകളുടെയും പുലിയുടെയും കടുവയുടെയും കരടിയുടെയും സാന്നിധ്യം കൊണ്ട് നിറഞ്ഞാടിയ ഒരു കിടിലൻ വീഡിയോയിലേക്ക് നമുക്കങ്ങ് പോയാലോ? ബന്ദിപ്പൂർ കാടിനുള്ളികളിൽ എവിടെയെല്ലാം താമസിക്കാം, മുതുമലക്കാടിനുള്ളിൽ എവിടെയെല്ലാം താമസിക്കാം, മസനഗുഡിയിൽ എങ്ങനെ ഫോറസ്റ്റ് സ്റ്റേയിൽ താമസിക്കാം, അതുപോലെ തന്നെ ബന്ദിപ്പൂരിൽ എങ്ങനെ സഫാരി എടുക്കാം, എത്രയാണ് ചാർജ്, മുതുമലയിൽ എങ്ങനെ സഫാരി എടുക്കാം, എത്രയാണ് ചാർജ്, മസനഗുഡിയിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നടങ്ങിയ ഒരു പൂർണ്ണമായ വീഡിയോ ആണ് ഇന്നത്തേത്. ബന്ദിപ്പൂർ, മുതുമല, മസനഗുഡി കാടുകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ പ്രധാനമായും 2 റൂട്ടുകളാണുള്ളത്. നിലമ്പൂരിൽ നിന്ന് നാടുകാണി വഴി മുതുമലയിൽ എത്തിയിട്ട് മുതുമലയിൽ നിന്ന് തെപ്പക്കാട് എന്ന് ബന്ദിപ്പൂർ, മസനഗുഡി അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും നമുക്ക് പോയാൽ മുത്തങ്ങ വഴിയും ബന്ദിപ്പൂരിലേക്ക് എത്തി ബന്ദിപ്പൂരിൽ നിന്ന് നേരെ നമുക്ക് മുതുമല, മസനഗുഡിയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ 2 റൂട്ടുകളാണ് പ്രധാനമായും ഇങ്ങോട്ടുള്ളത്. ഏത് റൂട്ട് വേണമെന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഞങ്ങൾ പോയത് നിലമ്പൂർ, വഴിക്കടവ്, നാടുകാണി, ഗൂഡല്ലൂർ, മുതുമല, ബന്ദിപ്പൂർ, മസനഗുഡി ഇങ്ങനെയുള്ള റൂട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. രാത്രി 9 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ അടവാണ് ഈ കാടുകളിലേക്കുള്ള യാത്രകൾ. നമുക്ക് യാത്ര ലഭ്യമാകുന്ന സമയമല്ല അത്. വൈകുന്നേരം 9 മണിയോട് കൂടി ചെക്ക് പോസ്റ്റുകൾ ക്ലോസ് ചെയ്യും. പിന്നെ വാഹനങ്ങൾ കടത്തിവിടുന്നതല്ല. പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണ് ചെക്ക് പോസ്റ്റ് തുറക്കുകയുള്ളൂ. വളരെ ഭംഗിയായി ഫയർ ബെൽറ്റുകൾ അടിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഒരു മനോഹരമായ കാടാണ് മുതുമല ഫോറസ്റ്റ്. ഈ കാടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ കാടിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവും. റോഡുകളെല്ലാം നല്ലപോലെ സുന്ദരമായ ഒരു റോഡുകളും ഫയർ ബെൽറ്റുകളെല്ലാം അടിച്ച് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു മനോഹരമായ സഞ്ചാരപാതയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വഴിയെ പോയാൽ ആനിമൽസ് 2 സൈഡിൽ നിന്നാൽ നമുക്ക് കാണുവാനുള്ള സാധ്യത വളരെയേറെയാണ്. അങ്ങനെ ഞങ്ങൾ ഗൂഡല്ലൂരും എല്ലാം താണ്ടി മുതുമല ചെക്ക് പോസ്റ്റിലെത്തി. മുതുമല ചെക്ക് പോസ്റ്റിൽ നിന്ന് നേരെ തെപ്പക്കാടിലേക്കുള്ള യാത്രയാണ്. ഞങ്ങളുടെ യാത്രയിൽ ഇന്ന് ആദ്യം പോകുന്നത് ബന്ദിപ്പൂരിലേക്കാണ്. ഈ മുതുമല കാട്ടിലൂടെ നമ്മൾ തെപ്പക്കാട് വരെ എത്തുന്നതിനുള്ള ആ കാനന ഭംഗി മറ്റൊരു ലെവലാണ്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞാടിയ ഒരു സ്ഥലമാണ് ഈ മുതുമല ഫോറസ്റ്റും. അതിരാവിലെയാണെങ്കിൽ നല്ല കാഴ്ചകൾ നമുക്ക് കൂടുതലായി ലഭിക്കും. മൃഗങ്ങളുടെ സാന്നിധ്യവും കൂടുതലായിരിക്കും. ഞങ്ങൾ പോയത് ഏകദേശം ഉച്ചയോട് കൂടിയാണ്. എന്നിലും ഞങ്ങളുടെ മുന്നിലും വന്നു ഭവിച്ച് വലിയ കൊമ്പൻ്റെ കാഴ്ചകളും ആനകളുടെ കാഴ്ചകളുമായിട്ടുള്ള യാത്ര സന്തോഷകരമായും നല്ല അടിപൊളി ഒരു വിഷ്വൽസ് തന്ന ഒരു കാഴ്ചയായിരുന്നു. മുതുമലയിലേക്കുള്ള ഞങ്ങളുടെ എൻട്രൻസ് തന്നെ പൊളിച്ചത് ഈ വലിയ കൊമ്പൻ്റെ കാഴ്ചകൾ കൂടിയായിരുന്നു. കൊമ്പൻ്റെ അതൊരു വലിയ കൊമ്പൻ്റെ കിടിലൻ കാഴ്ചകളാണ്. അതെ അതെ, കിട്ടുക്കാൻ കാഴ്ച ഫസ്റ്റ് കാണി കൊള്ളാട്ടോ. അവനോടെ നിന്നു സൈഡിൽ കൂടെ ഫയർ ബെൽറ്റിന്റെ അതിരീക്കടെ തന്നെ പോവട്ടവൻ. അതിന് കീപ്പ് പക്ഷേ എന്തോ ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ. നമ്മൾ ഇങ്ങനെ നിർത്തി
അതിൻ്റെ കൊമ്പ് ഇത് നോക്കിയിരുന്നു കേട്ടോ സുന്ദർജി, നോക്കിയിരുന്നോ കാട്ടിക്കടെ. ഇപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ വണ്ടിയുടെ കഴിഞ്ഞപ്പോൾ അവൻ നൈസായിട്ട് ഇറങ്ങി വന്നതാ. അപ്പം ആ സൈഡ് വഴി തന്നെ പോവാ. ഇറങ്ങി വരും വീണ്ടും സൈഡിലെ പോവാ. സൈഡിലെ പോവാണ്. ഓ എൻ്റെ കൊമ്പ്, എൻ്റെ പൊന്നു മോനെ, അവൻ്റെ കൊമ്പ് കണ്ടോ? തൊട്ടടുത്താട്ടോ ഞങ്ങളുടെ. ഓക്കെ, ഇത്ര അടുത്ത്. അവൻ്റെ കൊമ്പ് നോക്കി. നല്ല കിടുക്കാച്ച ഷോട്ടാ, നല്ല കിണ്ണം പൊസിഷൻ. മച്ചാൻ്റെ വരവ് പൊളിയാണ്. അങ്ങനെ ഞങ്ങളുടെ പടുകൂറ്റൻ കൊമ്പൻ്റെ കാഴ്ചകളുമായിട്ട് കാട് യാത്രകൾ തുടങ്ങി കേട്ടോ. റോഡ് ക്രോസ് ചെയ്യാൻ വരുന്നതാണോന്ന് അറിയില്ല. ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നെയാണ്, പക്ഷേ വണ്ടികൾ തന്നെ കാരണം അവന് താഴോട്ട് പോകേണ്ട സൈഡ് തെറ്റി പോവാൻ. അവൻ ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നതാ. പക്ഷേ ഈ വണ്ടി കണ്ടിന്യൂസ് വരുന്നതുകൊണ്ട് അവൻ തിരിച്ച് പോവാ. അവന് കാടിനുള്ളിലേക്ക് കയറി മാറിട്ടോ അങ്ങോട്ട് പോയി അവൻ. അങ്ങനെ വഴി സൈഡിൽ നിൽക്കുന്ന രണ്ടാമത്തെ കുട്ടിക്കൊമ്പൻ്റെ കാഴ്ചകളുമായി മുതുമലയിലേക്കുള്ള ഞങ്ങളുടെ എൻട്രൻസ് പൊളിച്ചു. വഴിയരികിൽ കുഞ്ഞുണ്ടോ, കുഞ്ഞു കൊമ്പനാണ്. ഒന്നും ഒരു പ്രശ്നമല്ല. വണ്ടികൾ സ്ഥിരം വണ്ടി കണ്ട് അറപ്പ് മാറി കിടക്കണേണ്. മൈൻഡ് ചെയ്യണില്ല. നമ്മുടെ നേരെ പോലും നോക്കണില്ല. എനിക്കൊന്നും വിഷയമല്ല. രണ്ടാമത്തെ ആനക്കണിയുമായിട്ട് ഇതൊരു കുഞ്ഞു കൊമ്പനാട്ടോ. അവിടെ ഉണ്ട് കേട്ടോ ആന. ഇവിടെ ആനയുണ്ട്. അതിൻ്റെ അമ്മയായിരിക്കും വേണമെങ്കിൽ. ആയിരിക്കും. പൊളിച്ചടിക്കില്ല മുതുമല ഫോറസ്റ്റിൻ്റെ അകത്ത്. ആനയും മാനുകളും എല്ലാം നിറഞ്ഞൊരു യാത്രയായിരുന്നു തേപ്പക്കാട് വരെ ഉണ്ടായിരുന്നത്. തേപ്പക്കാട് നിന്ന് ബന്ദിപ്പൂരിലേക്കുള്ള മുതുമലക്കാടിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇത്രയേറെ ഭംഗിയുള്ള ഒരു വനപാത മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും സംശയമാണ്. അത്ര മനോഹരമായാണ് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മുതുമല ഫോറസ്റ്റിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇതിലൂടെയുള്ള യാത്ര തന്നെ ഒരു ഹെവി പ്രോഗ്രാമാണ്. ഇതിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ മാത്രം മതി. വിഷ്വൽസ്, ആനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടുന്നതിനേക്കാൾ ഉപരി ഈ കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്കിതിൽ യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രാവിലെ വന്ന് 6 മണിയോടുകൂടി ചെക്ക് പോസ്റ്റ് കടന്ന് അകത്തേക്ക് കയറുകയാണെങ്കിൽ വന്യമൃഗങ്ങളുടെ ഒരു വലിയ സാന്നിധ്യം നമുക്ക് ലഭിക്കും. ഞങ്ങൾ വന്ന് ഉച്ചയായതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് കാഴ്ചകളുടെ കുറവ് ഉണ്ടാകും. എങ്കിലും ഞങ്ങൾക്കും കാടിനുള്ളിലൂടെ കയറിയപ്പോൾ തന്നെ കിട്ടിയ കൊമ്പൻ്റെ കാഴ്ചകളുമായി ഞങ്ങൾക്കും ആ ഒരു സന്തോഷം ഇതൊക്കെ നമുക്ക് ലഭിച്ചു കേട്ടോ. മുതുമല ഫോറസ്റ്റിലൂടെ തെപ്പക്കാട് നിന്ന് വന്ന് ഞങ്ങൾ നേരെ പോയത് ബന്ദിപ്പൂരിലേക്കാണ്. ബന്ദിപ്പൂരിൽ എവിടെയായിരിക്കും സ്റ്റേ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ആലോചന. ഞങ്ങൾ ആദ്യമായി സ്റ്റേ ചെയ്തത് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ടിൻ്റെ കോട്ടേജിലാണ്. ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മുതുമലയിൽ നിന്ന് പോകുമ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏകദേശം 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ വലതുവശത്തായിട്ടാണ് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് സ്ഥിതി ചെയ്യുന്നത്. കർണാടക ഗവൺമെൻറ്റിൻ്റെ പ്രീമിയം കാറ്റഗറി സ്റ്റേ ആണ് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ്. കർണാടകയുടെ വനങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിൻ്റെ കോട്ടേജുകൾ നമുക്ക് ലഭ്യമാണ്. മുതുമല ഫോറസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കടക്കുക കേട്ടോ. അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ ചെക്ക് ചെയ്ത് അങ്ങോട്ട് വേട്ടണം. അങ്ങനെ നമ്മൾ കർണാടകയുടെ വനത്തിലേക്ക് കടക്കുക കേട്ടോ. 1939 വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. വെൽക്കം ടു ബന്ദിപ്പൂർ. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂരിലെ JLR ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് ആയ ബന്ദിപ്പൂരിലെത്തിയിട്ടോ. ഇതാണ് ബന്ദിപ്പൂരിലെ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ്.
ഇവിടെയാണ് ഇന്ന് നമ്മുടെ സ്റ്റേ വരുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അനിൽ നിൽക്കുന്ന ആ കോട്ടയിലാട്ടോ. അനിലും സന്തോഷം നിൽക്കുന്ന ആ കോട്ടയിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ വരുന്നത്. വൈസ്രോയി പാക്കേജ് എന്നുള്ളൊരു പാക്കേജാണ് വരുന്നത്. ഇത് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രീമിയം കാറ്റഗറി സ്റ്റേ ആണ്. ഇവിടെ 24ഓളം കോട്ടേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ JLRലെ ഒരു പാക്കേജിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിൽ അത്യാവശ്യം ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പാക്കേജാണ് കേട്ടോ. പക്ഷേ ഇവിടെയാണ് ബന്ദിപ്പൂരിൽ ഏറ്റവും കൂടുതൽ കാടിനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 മണിക്കൂറത്തെ സഫാരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെങ്കിൽ ജിപ്സി സഫാരി എടുക്കുകയാണെങ്കിൽ 2 മണിക്കൂറും ബസ് സഫാരിയാണ് 1 മണിക്കൂറുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ JLRലെ കസ്റ്റമേഴ്സിന് മാത്രം, ഗസ്റ്റുകൾക്ക് മാത്രം 3 മണിക്കൂർ വെച്ച് 2 സഫാരി ഈ പാക്കേജിൻ്റെ കൂടെ ഇൻക്ലൂഡഡാണ്. അതായത് ഞങ്ങളെടുത്ത പാക്കേജിന് 7000 രൂപ പെർ ഹെഡ്, അതായത് 3 പേർ എടുത്തതിന് 21,000 രൂപ. ഇവിടെ പെർ ഹെഡ് ചാർജാണ് ഈ കോട്ടയിന് വരുന്നത്, അല്ലാതെ റൂം റേറ്റ് അല്ല. പെർ ഹെഡാണ് 7000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ പാക്കേജ് വരുന്നത്. പിന്നെ അതിന് മുകളിലേക്കുള്ള പാക്കേജ്, ഞങ്ങളെടുത്ത പാക്കേജിൻ്റെ പേര് വൈസ്രോയി പാക്കേജ് എന്നുള്ളതാണ്. ഈ വൈസ്രോയി പാക്കേജിന് 7000 രൂപ വെച്ച് ഉച്ചയ്ക്ക് നമ്മൾ 1 മണിയോടുകൂടി ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ലഞ്ച്, വൈകുന്നേരത്തെ ടീ, 3 മണിക്കൂറത്തെ ഈവനിങ് സഫാരി, ഡിന്നർ, പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, 3 മണിക്കൂറത്തെ ജിപ്പ് സഫാരി. ഇത് ഉൾപ്പെടെ 6 മണിക്കൂർ സഫാരി ഉൾപ്പെടെ അൺലിമിറ്റഡ് ഫുഡായിട്ടുള്ള കിടിലം പാക്കേജാണ്. അതായത് ബന്ദിപ്പൂരിൽ വന്നാൽ 3 മണിക്കൂർ സഫാരി ചെയ്യാൻ പറ്റുന്ന ഏക പ്രോഗ്രാം എന്ന് പറയുന്നത് JLRലെ ഗസ്റ്റുകൾക്ക് മാത്രമാണ്. ബാക്കി ഫോറസ്റ്റിൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂർ ജിപ്സി സഫാരി എടുക്കുന്നതിന് ഏകദേശം 5000 രൂപ വരും. 4000 പ്ലസ് പെർ ഹെഡ് 300 വെച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഏകദേശം ഞങ്ങൾ 3 പേരാകുമ്പോൾ ഏകദേശം 5000 രൂപയോളം, 4900 രൂപയോളം വരും. അതാണ് ഈ പാക്കേജിൻ്റെ റേറ്റ്. JLRൻ്റെ ഈ പാക്കേജിലാണ് ഏറ്റവും കൂടുതൽ സഫാരി നമുക്ക് ബന്ദിപ്പൂരിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് 7000 രൂപ വെർത്താണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വെർത്തായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ളൊരു പാക്കേജാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡുണ്ട്, 6 മണിക്കൂർ സഫാരി ഉണ്ട്, സ്റ്റേ ഉണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡഡാണ് ഈ 7000 രൂപ പെർ ഹെഡ് പാക്കേജിൽ. പക്ഷേ നമുക്ക് പെർ ഹെഡ് 7000 രൂപ എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെയധികം കോസ്റ്റായി തോന്നുമെങ്കിലും, പക്ഷേ നമ്മളിവിടുത്തെ സഫാരി നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കിട്ടാനും ആനിമൽ സൈറ്റിങ് കിട്ടും. നമുക്ക് 3 മണിക്കൂർ കാടിനുള്ളിൽ, അത് 3 മണിക്ക് ആരംഭിക്കുന്നത്, വൈകുന്നേരം സഫാരി 3 മണിക്ക് ആരംഭിക്കുന്നത് 6:30 കൂടി അവസാനിക്കുമ്പോൾ, രാവിലെ 6 മണിയോടെ അവസാനിക്കുന്നത് ഇന്ന് 9:45 അവസാനിച്ചത്. കാരണം ഇന്ന് ലാസ്റ്റ് തീരാറുന്ന സമയമായപ്പോഴാണ് പുലിയുടെ സൈറ്റിങ് കിട്ടിയത്. JLRൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന 3 മണിക്കൂർ വെച്ചുള്ള 2 സഫാരിയിലെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടാലോ നമുക്ക്. ചെറിയ ചെറിയ കാഴ്ചകൾ. ഞങ്ങൾക്ക് ലഭിച്ച ഒറ്റയാൻ്റെയും അതുപോലെ തന്നെ പുലിയുടെയും കരടികളുടെയും ഒക്കെ കാഴ്ചകളൊന്നും നമുക്കൊന്ന് കണ്ടാലോ. ഈ JLRലെ പാക്കേജ് ശരിക്കും നമുക്ക് നല്ല വെർത്താണ്. ബന്ദിപ്പൂരിന് ശരിക്കും അറിയണമെങ്കിൽ JLRൻ്റെ പാക്കേജ് എടുക്കുകയായിരിക്കും നല്ലത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നതും, പ്രത്യേകിച്ച് ഫാമിലിക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ JLRലെ പാക്കേജ് ആയിരിക്കും. JLR വൈസ്രോയി പാക്കേജ് എടുത്താൽ മതി. നമുക്കിതെല്ലാം ഇൻക്ലൂഡഡാണ്. സഫാരിയും ഫുഡും കാര്യങ്ങളെല്ലാം എടുത്ത് നല്ല സ്റ്റേ ആണ്. ബന്ദിപ്പൂരിൽ മറ്റൊരു സ്റ്റേകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സഫാരികളെല്ലാം സെപ്പറേറ്റ് തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും. ഇത്ര സമയം കിട്ടുകയില്ല. സഫാരി ഏറ്റവും കൂടുതൽ ആസ്വദിക്കണമെങ്കിൽ JLRൻ്റെ സഫാരി തന്നെ എടുക്കുക. സഫാരി അല്ല, JLRൻ്റെ സ്റ്റേ എടുക്കുക. ഇവിടെ നമുക്ക് സഫാരി മാത്രമായിട്ട് ലഭ്യമല്ല. JLRൻ്റെ സ്റ്റേ എടുത്താൽ മാത്രമേ സഫാരിയിൽ നമുക്ക് അലൗഡ് ഉള്ളൂ. 3 മണിക്കൂർ വെച്ച് 2 സഫാരിയിൽ വെച്ച കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റയാൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ പുലിയുടെ കാഴ്ചകൾക്കുമായിട്ടുള്ള കാഴ്ചകളും നമുക്കൊന്ന് കണ്ടിട്ട് JLRൻ്റെ വീഡിയോ അവസാനിപ്പിച്ച് ബന്ദിപ്പൂരിൽ മറ്റ് എവിടെയാണ് നമുക്ക് താമസിക്കാൻ പറ്റുന്നതിനുള്ള സ്റ്റേയിലേക്ക് പോകാം. അവൻ ഏത് സമയം ചാർജ് ചെയ്യും എന്നുള്ള എൻ്റെ പ്രതീക്ഷ ശരിവെക്കുന്നതായിരുന്നു ആ സഫാരി ജീപ്പിൻ്റെ പുറകെ അവൻ പോയത്. അത് ഞാൻ പ്രതീക്ഷിച്ചല്ലേ. അവിടെ നിന്നും വീണ്ടും അവൻ ഞങ്ങളുടെ നേരെ തിരിഞ്ഞു. ഞങ്ങളുടെ നേരെ അവൻ നടന്നെടുത്തു. ഇനി അവൻ്റെ ലക്ഷ്യം ഞങ്ങളിലേക്കാണ്. എന്താണേലും അവൻ ഞങ്ങളുടെ അടുത്തേക്കും ചാർജ് ചെയ്യും എന്നുള്ളൊരു വിചാരം, പ്രതീക്ഷയും എനിക്കുണ്ട്. കാരണം അവൻ്റെ ആറ്റിറ്റ്യൂഡ് അതായിരുന്നു. അല്പം അഗ്രസീവ് മോഡിലായിരുന്നു. ഇതൊരു മോക്ക് ടെസ്റ്റിംഗ് മാത്രമാണ് എന്ന് നമുക്ക് വ്യക്തമാകും. അവൻ നമ്മളെ പേടിപ്പിച്ച് ഓടിച്ചു വിടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അവൻ അവിടെ നിന്നും നേരെ നമ്മുടെ നേരെ പാഞ്ഞെടുത്തു. നടന്ന് അവൻ്റെ ആ വരവ് ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. വലിയ ഒരു കൊമ്പൻ, അതും ഒറ്റയാൻ, അതും മതപ്പാടിൽ. ചെറിയൊരു മതപ്പാടിൻ്റെ ലക്ഷണങ്ങൾ കാണാമായിരുന്നു. ആ നടന്നു വരവ് ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു.
അത്രയ്ക്ക് മനോഹരമായിരുന്നു അവൻ. തലയെടുപ്പോടുകൂടി കാടിനുള്ളിൽ ആരടാ എൻ്റെ കാട്ടിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രതീതിയിലായിരുന്നു അവൻ. എന്താണേലും അവൻ നമ്മുടെ നേരെയും ചാർജ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മൊബൈൽ ഫോൺ അനിലിന് കൈമാറി. കാരണം പെട്ടെന്ന് വണ്ടിയെടുത്ത് മാറിയാൽ ക്യാമറയിലുള്ളത് ക്ഷയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അനിലിന് ക്യാമറ കൈമാറുകയും ചെയ്തു. ചാർജ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അല്ലേ ഈ ക്യാമറ ഓടിച്ച് ഇതിലെടുത്തോ, അവനെ അങ്ങ് വരും, ഇത് വെട്ടും. തുമ്പിക്കൈ പൊക്കി സ്മെല്ല് പിടിച്ച് അവൻ ഞങ്ങളുടെ നേരെ പയ്യെ മെല്ലെ മെല്ലെ നടന്നെടുത്തു. ഓടിക്കാൻ വരും. അവൻ തുമ്പിക്കൈ ചിറ്റി എല്ലാം അവൻ്റെ ആ ഒരു ദേഷ്യം കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്താണേലും അത് കാത്തു നിന്നു. വളരെ അടുത്ത് വരുന്നവരെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടാക്കിയില്ല. അവൻ അല്പം അടുത്ത് വന്നതിന് ശേഷം അവിടെ അങ്ങനെ ഞങ്ങളെ തന്നെ നോക്കി നിന്നു. അവൻ പിന്നെ ഓരോ സ്റ്റെപ്പും പതിയെ ആക്കി. ഡ്രൈവർ പയ്യെ മെല്ലെ വണ്ടി പയ്യെ സ്റ്റാർട്ടാക്കി വെച്ചു. ഇല്ലെങ്കിൽ പണിയാകും. അവൻ ഞങ്ങളിലേക്ക് തൊട്ടടുത്തേക്ക് എത്തി. ഞങ്ങൾ വണ്ടി മാറ്റിയില്ല. അവൻ അവിടെ വന്ന് പയ്യെ മെല്ലെ നിന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്നാൽ വരില്ല. റെഡി. അവൻ പയ്യെ ഞങ്ങളിലേക്ക് അടുത്തു. ഞങ്ങൾ അല്പം വണ്ടി മുന്നോട്ടെടുത്ത് നിർത്തി. അവൻ ഞങ്ങളുടെ തൊട്ടരികിലെത്തി. ഒന്നും അറിയാത്ത രീതി അവൻ നടന്നു പോയിട്ട് ഒരൊറ്റ വരവ് വന്നു ഞങ്ങളുടെ നേരെ. ബന്ദിപ്പൂർ സഫാരിയിൽ ലഭിച്ച ഏറ്റവും കിടിലൻ അനുഭവങ്ങളിലൊന്നായിരുന്നു ഈ ഒറ്റയാൻ്റെ ആക്രമണം. മരക്കൊമ്പിലിരിക്കുന്ന ലെപ്പേഡിൻ്റെ സൈറ്റിംഗ്. അങ്ങനെ ബന്ദിപ്പൂരിലെ രാവിലത്തെ സഫാരിയിൽ ആദ്യത്തെ ലെപ്പേഡ് സൈറ്റിങ്ങുമായി പൊളിച്ചു. പുലികളെയൊക്കെ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ഭാഗ്യം തന്നെയാണ്. അവൻ്റെ ആ ഇരിപ്പ് ഏറ്റവും കിടിലൻ കാഴ്ചകളായിരുന്നു. 2-3 സഫാരി ജീപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ആദ്യം കണ്ടത്. അവരത് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങളൊക്കെ അവിടെ ഓടിയെത്തി. മരച്ചില്ലയിലിരിക്കുന്ന മരക്കൊമ്പിലിരിക്കുന്ന അവൻ്റെ ദൃശ്യങ്ങൾ അത് വ്യക്തമായി തന്നെ പകർത്തി. അല്പം കയറ്റിട്ടാണ്. എനിക്കങ്ങനെ കമ്പിയല്ലേ ഇവിടെ കമ്പിയല്ലേ കയറ്റിയെടുത്താ പറഞ്ഞേ. മിനിറ്റ് ഫ്രണ്ട്. കുറച്ചധികം നേരം പകർത്തുന്നതിന് മുന്നേ അവൻ മരക്കൊമ്പിൽ കിടന്നു അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. പിന്നെ അവൻ്റെ മുഖം കിട്ടുവാനായിട്ടൊരു സാധ്യത വളരെ കുറവായിരുന്നു. സഫാരിയുടെ സമയം അവസാനിക്കാറുമായി. എങ്കിലും ലെപ്പേഡിനെ കിട്ടിയതുകൊണ്ട് അവർ കുറച്ചു നേരം അവിടെ കിടന്നു. അവനെ മരച്ചില്ലയിൽ അങ്ങോട്ട് കിടക്കുകയാണ്. മരക്കൊമ്പിലിരിക്കുന്ന പുലിയുടെ ദൃശ്യങ്ങളെല്ലാം വളരെ രസമായിട്ട് കാണുവാനായിട്ട്. JLRലെ പാക്കേജ് ബുക്ക് ചെയ്യുന്നതിന് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് ബന്ദിപ്പൂർ സ്ഥലം എടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് അവരുടെ ഒഫീഷ്യൽ സൈറ്റ് ലഭിക്കുന്നതാണ്. അവിടെ നിന്നും നമുക്ക് ഓരോ പാക്കേജും ഡേറ്റും നോക്കി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ പാക്കേജ്. ഇല്ല ജനക്ക് കിട്ടണല്ലേ കിട്ടണ്ട്. ഇത് നീങ്ങി പോണത് നോക്കി പോണോ നമ്മുടെ നേരെ. കരടി കറക്റ്റ് പറഞ്ഞപ്പോ ആ കരടി ഇവിടെ വന്നു. ഇതിന്റെ കാര്യം പറഞ്ഞുള്ളൂ. കറക്റ്റ് അപ്പത്തേക്ക് അവൻ തന്നെ ഉള്ളു കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുവാണല്ലോ അവൻ. നമ്മൾ പിന്നെ കാടിന്റെ ഉള്ളിൽ കൂടെ കയറി വരുന്ന അവനെ കാണുമോ? ലെപ്പേഡിൻ്റെ സൈറ്റിങ്ങിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ചത് ഒരു കരടിയുടെ ദൃശ്യങ്ങളായിരുന്നു. നോക്കി പോവാ അങ്ങോട്ട്. അങ്ങനെ ലെപ്പേഡിൻ്റെയും കരടിയുടെയും ഒറ്റയാൻ്റെയും ദൃശ്യങ്ങളുമായി രാവിലത്തെ സഫാരി പൊളിച്ചു തന്നെയെന്ന് പറയാം. തലേ ദിവസത്തെ ആ സഫാരിയുടെ ക്ഷീണം ശരിക്കും മാറ്റിയത് രാവിലത്തെ സഫാരിയിൽ തന്നെയാണ്. എന്തുകൊണ്ടും ഞങ്ങൾ സന്തുഷ്ടരായ ഒരു സഫാരിയായിരുന്നു രാവിലത്തേത്. ഹായ് ഫ്രണ്ട്സ്,
അങ്ങനെ ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ JLR നിന്നും വെക്കേറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേയിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ JLRൻ്റെ പാക്കേജിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഇങ്ങോട്ടുള്ളൂ. എന്നാലും ഇന്നിപ്പം നമ്മൾ ഈ കാടിനുള്ളിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന സ്റ്റേയിലാണ്. ഹരിണി എന്ന് പറയുന്ന ഒരു കോട്ടേജാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ സഫാരി ക്യാമ്പസ് അല്ല സോറി, നമ്മളിതിൻ്റെ ഫോറസ്റ്റിൻ്റെ സ്റ്റേ വരുന്ന ക്യാമ്പസ് വരുന്നതാട്ടോ. അതായത് നമ്മൾ ഇവിടുന്ന് മുതുമലയിൽ നിന്നും കയറുമ്പോൾ ഈ കാടിന് നടുവിലായിട്ടാണ് ഈ സ്റ്റേ വരുന്നത്. നമ്മുടെ സഫാരി വരുന്നത് അപ്പുറം, നമ്മൾ ഇതും കഴിഞ്ഞ് മൈസൂർ റൂട്ടിൽ ചെന്നിട്ട് 4-5 കിലോമീറ്റർ അപ്പുറയാണ് സഫാരിയുടെ പോയിന്റ് വരുന്നത്. ആ കാണുന്നതാണ് റിസപ്ഷൻ സെൻറ്റർ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് താമസമുള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ കേട്ടോ. ഇതാണ്, ഇതിന് നോ എൻട്രി ആണ്. ഇതിനപ്പുറത്തേക്ക് കുറേ കോട്ടേജുകളുണ്ട്. ഓരോരോ കോട്ടേജുകളും നമുക്ക് പരിചയപ്പെടാം. ഇത് ശരിക്കും കാടിനുള്ളിൽ ആണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ JLRൽ താമസിച്ചത് കാടിന് പുറത്തുള്ള സ്റ്റേ ആയിരുന്നെങ്കിൽ ഇത് പക്ഷേ കാടിനുള്ളിലുള്ള താമസമാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ മധ്യഭാഗമായിട്ട് വരും നമ്മൾ പോകുന്ന വഴിയുടെ. വൈകുന്നേരങ്ങളിലെല്ലാം ആനിമൽസ് തമ്പടിക്കുന്ന ഒരു ഏരിയയാണ്. ഇന്നലെ കരടിയും ഉണ്ടായിരുന്നു, ആനയും ഉണ്ടായിരുന്നു. കാരണം ഇവിടെ പിന്നെ മാനുകളുടെ കാര്യം നിങ്ങൾക്ക് പറയേണ്ടതില്ലല്ലോ. നമുക്ക് 10,000-കണക്കിന് മാനുകളെ നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. എന്നാലും ഇന്നും പുലിയുടെ സൈറ്റിങ് അതുപോലെയുള്ള എന്തെങ്കിലും റയർ സൈറ്റിങ് നമുക്ക് ലഭിക്കട്ടെ എന്ന് നമ്മൾ ഓർക്കുന്നു. കോട്ടേജ് ക്ലീനിങ്ങിൻ്റെ തിരക്കിലാണ് നമ്മൾ. എന്താണെങ്കിലും അത് കഴിഞ്ഞ് ഇതേ കാണുന്നതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ പറയുന്നത്. അത് കാടിനോട് അടുത്തുള്ളൊരു സ്റ്റേ ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഡോർമെട്രി, 10 പേര് തൊട്ട് 20 പേര് വരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഡോർമെട്രിയാണ് ഇവിടുത്തെ. ഈ 2 സ്റ്റേകളും ഗജേന്ദ്ര പാക്കേജ്, ഗജേന്ദ്രയും കുറ്റിയിലെയും VIP-കൾക്ക് മാത്രം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് മാത്രം കൊടുക്കുന്ന സ്റ്റേകളാണ്. ഇത് പബ്ലിക്കിന് അലൗഡ് ആയിട്ടുള്ള സ്റ്റേ അല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിന്നും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുകളിൽ നിന്നും വിളിച്ചു പറയുന്നവർക്ക് മാത്രം ലഭിക്കുന്ന സ്റ്റേകളാണ് ഈ കാണുന്ന 2 എണ്ണം. ബന്ദിപ്പൂർ കാടിനുള്ളിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഹരിണി കോട്ടേജ്. അതിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്റ്റേ ആണ്. എക്കണോമിക്കലായിട്ടുള്ള സ്റ്റേ ആണ്. JLRനെ അപേക്ഷിച്ച് വളരെ റേറ്റ് കുറഞ്ഞ സ്റ്റേ ആണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കോട്ടേജ് സൗകര്യങ്ങളുണ്ട്. ഹരിണി, കോകില, പപ്പിയ അങ്ങനെ പറയുന്ന കുറേ കോട്ടേജുകളുണ്ട്. അതുപോലെ തന്നെ ഡോർമെട്രി സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. വളരെ തുച്ഛമായ റേറ്റിലാണ് ഇവിടെ കോട്ടേജ് ലഭ്യമാകുന്നത്. ഏകദേശം ഞങ്ങൾ 3 പേർക്ക് ഹരിണി കോട്ടേജ് ബുക്ക് ചെയ്തപ്പോൾ 3000 സംതിങ് രൂപയാണ് നമുക്ക്. അത് ഏകദേശം 1000 രൂപ വെച്ച് ആണെന്നുള്ളൂ. 2000 സംതിങ് രൂപയാണ് കോട്ടേജുകൾക്ക് വരുന്നത് 2 പേർക്ക്. പ്ലസ് അഡീഷണൽ ബ്ലഡ് ടാക്സ് ഇത് ഉൾപ്പെടെ ഏകദേശം 3000 രൂപ, 3100 രൂപയോളം മാത്രമാണ് നമുക്ക് 3 പേർക്ക് ഹരിണി കോട്ടേജിലത്. ഈ ഇവിടുത്തെ കോട്ടേജുകൾക്കെല്ലാം തന്നെ സെയിം റേറ്റാണ്. എല്ലാ കോട്ടേജുകൾക്കും സെയിം റേറ്റാണ്. എല്ലാ കോട്ടേജുകളും ഏകദേശം സെയിം ആണ്. ഹരിണി, കോകില പോലെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേകൾ ബുക്ക് ചെയ്യുന്നതിനായിട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി നമ്മൾ ബുക്ക് ചെയ്യുക. ഹരിണി 2 ആണ് കൂടുതലായിട്ടും കാടിനോട് അടുത്തിൽ കിടക്കുന്നത്. ഹരിണി 1, ഹരിണി 2-ഉമാണ്. ഇവിടെ ലെപ്പേർഡുകളുടെ സാന്നിധ്യം ഒരുപാടുണ്ട് എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ ഹരിണികൾക്ക് ഭയങ്കര ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല. പിന്നെ ബിൽഡിംഗ് പഴയ ബിൽഡിംഗ് ആട്ടോ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. പപ്പിയ, അതാണ് പപ്പിയായും കോകിലയും വരുന്നത് കേട്ടോ. അങ്ങോട്ട് പോകുന്ന സ്റ്റേകളാണ് പപ്പിയ, കോകില. പക്ഷെ ഇത് ഞാൻ പറയുവാണെങ്കിൽ കൂടുതലും ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ഹരിണിയാണ്. കാരണം ഹരിണിയാണ് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരിത്. ഇതാണ് ചിറ്റാല. ചിറ്റാലിനുണ്ട്, ഹരിണിയുണ്ട്. ഹരിണിയാണ് കൂടുതൽ അങ്ങോട്ട് കിടക്കുന്നത്. കാരണം ആ ഭാഗത്തായിരിക്കും കൂടുതൽ ആനിമൽസ് സംഭരിക്കാനുള്ള, കാണാനും നൈറ്റ് കാണാനും ഒക്കെ ഉള്ളത്. നമ്മൾ ചിറ്റാലും ഒന്ന് കാണിക്കും കേട്ടോ. കാരണം നമുക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹരിണിയുടെയൊക്കെ നിങ്ങൾ കണ്ടു കാണും. മഴ വരുന്നു. ദീപാവലിക്കോടൊപ്പം മഴ ദീപാവലി
ഇവിടെയും 2 ബെഡുകളാണ് കേട്ടോ. ഇവിടെ ഡൈനിങ് റൂം ഒക്കെ കേട്ടോ. ഇവിടെ ഇവിടെ ഒരു പടമൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വർക്ക് ബാത്റൂമൊക്കെ സെയിം ആണ്. ഇതാണ് ചിറ്റാൽ എന്ന് പറയുന്ന റൂം. ഇതിവിടെ ഒരു സെപ്പറേറ്റ് വാഷ് ബേസിൻ ഏരിയ ഉണ്ട്. ചിറ്റാലിന് മറ്റൊരു പ്രത്യേകത, ഇവിടെ നമുക്ക് വന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് വന്നാലും നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഇപ്പോൾ അവൻ പറഞ്ഞതനുസരിച്ച് ക്യാൻറ്റീനിലെ ഫുഡ് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ. കാരണം പാക്കേജിൻ്റെ കൂടെ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. ഇവിടെയും രണ്ട് റൂമുകളാണ്. ചിറ്റാൽ 2. ഫാമിലിക്ക് സൂപ്പർ ചിറ്റാലായിരിക്കും കേട്ടോ. കാരണം ഒരു കോറിഡോറൊക്കെ ഇത് ഇങ്ങനെയുണ്ട്, സൈഡിലേക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം പ്രൈസ് ഓൺലൈൻ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ചിറ്റാല് ഇതിൻ്റെയൊക്കെ ഓൾഡ് ബിൽഡിങ്ങുകളാണ്. ഇവിടെയും അതുപോലെ സെയിം തന്നെ, ബാത്റൂം അല്ല സെയിം തന്നെ. ഇതാണ് പപ്പീഹ. ഇല്ല, ഓ ഇതിപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ നിലവിൽ അതായത് മേളിൽ നിന്ന് കുറച്ച് ലീക്കുണ്ട്, മഴയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല. ഭയങ്കര മരമായി മാറിയിട്ടുണ്ടോ? വലിയ മരമായി. കോകില അപ്പുറം മയൂര VIP ഗസ്റ്റിന് ഓൺലൈനില്ല. കോകില ഓൺലൈനുണ്ട്, മയൂര ഓൺലൈനില്ല. പപ്പിയ ബ്ലോക്ക് അല്ലേ, അത് ഓൺലൈനുണ്ട്. കോകിലും കുഴപ്പമില്ല. ഇവിടെ ഉണ്ട്. ഇതാണ് ഇത് കുറച്ചുകൂടെ പ്രീമിയം ആണല്ലേ. ഇത് ഇച്ചിരിയുടെ നല്ല റൂമുകളാട്ടോ. പക്ഷെ ഹരിണിയിലേക്കാണ് ആൾക്കാർ കൂടുതലും വരാറ്. എല്ലാത്തിനും തന്നെ സെയിം റേറ്റ് ആട്ടോ. വലിയ ബാത്റൂമുണ്ട്. ഇപ്പൊ കോകിലയും ഫാമിലിയായിട്ട് വരുമ്പോൾ ഇച്ചിരൂടെ സ്പേഷ്യസും എല്ലാം കൊണ്ടും നല്ലത് കോകിലയൊക്കെ ആട്ടോ. ചിറ്റാല, കോകില ഒക്കെയാണ്. ഇവിടുത്തെ കോകിലയുടെ 2ാമത്തെ റൂമുണ്ട്. ഇവിടെ ഇത് തന്നെ ബാത്റൂം ഫെസിലിറ്റി എല്ലാം സെയിം തന്നെ. ഫുൾ ലെങ്ത് ബാത്റൂമാണ്. ഏത് കോട്ടേജ് എടുത്താലും സെയിം റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് സഫാരികളെല്ലാം എക്സ്ട്രാ ബുക്ക് ചെയ്യേണ്ടി വരും. ബസ് സഫാരി ആണെങ്കിലും ജിപ്സി സഫാരി ആണെങ്കിലും എല്ലാം ബുക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഹരിണി കോട്ടയൊക്കെ ബുക്ക് ചെയ്ത്, അല്ലെങ്കിൽ കോകില, ചിറ്റാലി കോട്ടയിലെല്ലാം ബുക്ക് ചെയ്ത് വരുന്നവർ സെപ്പറേറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ സഫാരികൾ കൂടി ബുക്ക് ചെയ്യണം. നല്ല റഷുള്ള സമയമാണെങ്കിൽ ഇവിടെ സഫാരികൾ കിട്ടാൻ വളരെയധികം പാടാണ്. JLRലാണ്. JLRൻ്റെ പാക്കേജ് മാത്രം ബുക്ക് ചെയ്താൽ മതി, നമ്മൾ വേറെ ഒന്നും അറിയണ്ട. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് എല്ലാം ബുക്ക് ചെയ്യണം. ബസ് സഫാരിയാണ് ബസ് സഫാരി ബുക്ക് ചെയ്യണം, ജിപ്സി സഫാരിയാണ് ജിപ്സി സഫാരി ബുക്ക് ചെയ്യണം. എല്ലാം നമ്മൾ ബുക്ക് ചെയ്യണം. ഇവിടെ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല. ഫുഡ് നമുക്ക് ഒന്നുകിൽ ഇവിടെ നിന്ന് ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ പറഞ്ഞാൽ അവിടെ നിന്ന് ഉണ്ടാക്കി തരും. ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിച്ചിട്ട് വരണം. ഇതാണ് ഇവിടെയുള്ള സഫാരി സ്റ്റേയുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇവിടെ ഏകദേശം 650 രൂപയോളം ആകും നമുക്ക് ബസ് സഫാരി എടുക്കുമ്പോൾ. നമ്മളിവിടെ താമസിക്കുകയാണെങ്കിൽ 350 രൂപ എൻട്രൻസ് ഫീ നമുക്ക് ഒഴിവാക്കി കിട്ടും. അതുകൊണ്ട് നമുക്ക് 350 രൂപയോളം ബസ് സഫാരി കൊടുത്താൽ മതി, 1 മണിക്കൂർ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ജിപ്സി സഫാരി എടുക്കുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ, ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 5000 രൂപ ആകുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വന്ന് എടുത്താൽ നമുക്ക് 4000 രൂപയാണ് ജിപ്സി സഫാരിക്ക് ആകുന്നത്. അതായത് 350 രൂപ വെച്ച് നമ്മുടെ എൻട്രൻസ് ഫീ ഇവിടുന്ന് കട്ട് ചെയ്ത് ഏകദേശം 950 രൂപ നമുക്ക് കുറവ് കിട്ടും.
അപ്പോൾ 4950 രൂപ ആവുന്നത് 4000 രൂപ കൊടുത്താൽ നമുക്ക് മതി നമ്മളിവിടെ സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ജിപ്സി സഫാരിക്ക് മറ്റൊരു പ്രശ്നമുണ്ട്, 4-5 ജിപ്സികളും ഇവിടെ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ബുക്ക് ചെയ്യുന്നവർ ജിപ്സി സഫാരി നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. 2 മണിക്കൂറോളം ജിപ്സി സഫാരി നമുക്ക് ലഭിക്കും. ബന്ദിപ്പൂർ കാടിനുള്ളിലെ ഒരു ആവറേജ് എക്കണോമിക്കലായിട്ടുള്ള സ്റ്റേകൾ മാത്രമാണ് ഇത്. ഹരണി, ചിറ്റാല്, കോകില, പപ്പീഹ ഇങ്ങനെ വരുന്ന കോട്ടകളെല്ലാം നമ്മൾ എക്കണോമിക്കലാണ്. കൂടുതൽ സൗകര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കരുത്. ആവറേജ് മാത്രമാണ് സ്റ്റേകളുള്ളത്. കാടിനുള്ളിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന സ്റ്റേ ആണ്. JLR പോലെ പ്രീമിയം അല്ല, ഫുഡ് ഇൻക്ലൂഡഡ് അല്ല, സഫാരികൾ സെപ്പറേറ്റ് ബുക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ കോട്ടേജുകൾ ബുക്ക് ചെയ്യാനായിട്ട്. ഹരണിയിൽ താമസിച്ച് ഞങ്ങൾ ജിപ്സി സഫാരി ബുക്ക് ചെയ്തപ്പോൾ ലഭിച്ച കുറച്ച് കാഴ്ചകൾ കൂടി നിങ്ങൾ ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തും. ആ കാഴ്ചകൾ കൂടി നിങ്ങളൊന്ന് കാണുക. സഫാരി ലഭിച്ച കാഴ്ചകളാണ്. ഫസ്റ്റിലെ തന്നെ ലഭിച്ച പുലിയുടെ കാഴ്ചകളും കുറേയേറെ കരടികളുടെ കാഴ്ചകളും ഒക്കെയാണ് നമുക്ക് ലഭിച്ചത്. പഠിപ്പിക്കലടാ. ലെപ്പേഡുകളെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും റോഡിലൂടെ തന്നെ സഫാരി തുടർന്നു. ഇവിടെ സഫാരികളെല്ലാം ആദ്യം തന്നെ കുറേ നേരം റോഡിലൂടെ കുറേ ദൂരം പോയതിന് ശേഷമാണ് കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു അമ്മയും കുഞ്ഞുമായ കരടിയുടെ സാന്നിധ്യം കൂടി റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണേലും നമ്മുടെ കൂടെ വന്ന ഡ്രൈവറും ഗൈഡും നമുക്ക് നല്ല കോപ്പറേറ്റീവ് ആയിരുന്ന ആൾക്കാരായിരുന്നു. ഈ ബന്ദിപ്പൂർ സഫാരിയിലെ ബന്ദിപ്പൂരിലെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറായിരുന്നു ആ ചേട്ടൻ. എന്താണേലും ഉടനെ തന്നെ വണ്ടി മാറ്റി റൈറ്റ് സൈഡിലേക്ക് മാറ്റി നിർത്തി അവയെ നല്ല രീതിയിൽ കാണിക്കുവാനും അവയുടെ ഒപ്പം വിഷ്വൽസ് പകർത്തുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഉണ്ടാക്കി തന്നു. അങ്ങനെ റോഡ് സൈഡിൽ നടക്കുന്ന അമ്മയും കുഞ്ഞുമായ കരടിയുടെ സാന്നിധ്യം കൊണ്ട് ഹരിയിൽ പാക്കേജിൽ വന്നിട്ട് എടുത്ത ജിപ്സി സഫാരി പൊളിച്ചു എന്ന് തന്നെ പറയാം. എന്താണല്ലോ 4000 രൂപ കൊടുത്തതിന് വ്യർത്ഥായി എന്നുള്ളത് തന്നെ പറയാം. കാരണം കടുവേനെയും കരടിയേനെയും പുലിയെയും കരടിയെയും കിട്ടുക എന്ന് പറഞ്ഞാൽ കടുവയെ കിട്ടുന്ന പോലെ തന്നെ റെയറാണ്. അതിനേക്കാൾ റെയറാണെന്നാണ് ഈ ചേട്ടന്മാർ പറയുന്നത്. കരടികളെയൊന്നും കാണുവാൻ അത്ര എളുപ്പമുള്ള ഇതൊന്നുമല്ല. എന്നാൽ എന്താണെങ്കിലും നമുക്ക് കയറിയ വഴിയെ ആ ഒരു സാന്നിധ്യവും കൂടി ലഭിച്ചു. തലേന്ന് പൊക്കിയായിരുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നായിരുന്നു, അങ്ങോട്ട് പോകുന്നു. കിട്ടി. കരടിയുടെ ദൃശ്യങ്ങൾ എടുത്തുകൊണ്ടിരുന്ന വഴിക്ക് ആ ചേട്ടനൊരു കോൾ വന്നു, കടുവയുടെ സ്പോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോരണമെന്നുള്ളത്. എന്താണേലും അപ്പം തന്നെ വണ്ടിയെടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഹരണിയിൽ നിന്നും ഞങ്ങളുടെ വണ്ടി സഫാരി സെൻറ്ററിൻ്റെ അവിടെ ഇട്ടതിന് ശേഷം അനിൽ ഹരണി പാക്കേജിൻ്റെ അവിടെ വണ്ടി ഇട്ട് അവിടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ എന്താണെങ്കിലും കടുവയുടെ സ്പോട്ടിംഗ് ലഭിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ നിന്നും വട്ടം കയറാമെന്ന് ഡ്രൈവറായ ചേട്ടൻ പറഞ്ഞു. ഉടനെ തന്നെ കാടിനുള്ളിലേക്ക് വേറെ റൂട്ടിലേക്ക് കയറിപ്പോയി. നിർഭാഗ്യമെന്ന് പറയട്ടെ, അകലെ നിന്നും കടുവ നടന്ന് കാടിനുള്ളിലേക്ക് കയറിപ്പോകുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിച്ചെങ്കിലും അവയുടെ വിഷ്വൽസ് നല്ല രീതിയിൽ പകർത്തുവാൻ സാധിച്ചില്ല കേട്ടോ. ഞങ്ങളടുത്തപ്പോഴേക്കും അവ കുറ്റിക്കാടിനുള്ളിലേക്ക് കടുവ കയറി മാറിയിരുന്നു. നടന്നു നീങ്ങുന്ന കടുവയുടെ സാന്നിധ്യങ്ങൾ ദൂരെ നിന്ന് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. എന്താണേലും അവിടെ ഉണ്ടായിരുന്ന ചേട്ടന്മാർ പകർത്തിയ ആ ഒരു വിഷ്വൽസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു. അവിടെ നിന്ന് നല്ല സ്പീഡിലാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷേ അപ്പോഴേക്കും കടുവ ഈ ബുഷിൻ്റെ അകത്തേക്ക് കയറി മറഞ്ഞു, ഈ കാടിനുള്ളിലേക്ക്. കുറേ നേരം ഞങ്ങൾ അവിടെ കാത്തു നിന്നു. എങ്കിലും അകലെ നിന്നാണെങ്കിലും അവയെ
കടുവയെ ഒന്ന് കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അടുത്തെടുത്ത് വിഷ്വൽസ് എടുക്കാൻ പകർത്തുന്നതിന് മുന്നേ തന്നെ അവൻ കാടിനുള്ളിലേക്ക് മറഞ്ഞു. മുന്നിൽ പോയ സഫാരി ജീപ്പിന് മുന്നിൽ റോഡിൽ കിടന്ന കടുവയുടെ ദൃശ്യങ്ങളാണ് ഞങ്ങൾക്ക് മിസ്സായത്. മുന്നിൽ പോയവർക്ക് അത്യാവശ്യം നല്ല സമയം തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അവൻ റോഡിൽ കിടക്കുകയായിരുന്നു. വഴിമുടക്കി കിടക്കുന്ന അവൻ്റെ ദൃശ്യങ്ങളാണ് മുന്നേ പോയവർക്ക് കിട്ടിയത്. ഈ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണുവാനുള്ള ഒരു ഭാഗ്യമുണ്ടായില്ല. ഞങ്ങൾ ഏറെ നേരം അവനു വേണ്ടി കാത്തുനിന്നു അവിടെ. ഇനി അവിടെ ഇവിടുന്ന് ബുഷിൽ കയറി അപ്പുറം ഇറങ്ങുമെന്നുള്ള, കാട്ടിൽ കൂടി അപ്പുറം ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ അപ്പുറം പോയി ഇപ്പുറം പോയി അങ്ങനെ മാറി കുറേ നേരം അവന് വേണ്ടി കാത്തിരുന്നു. ഈ മ്ലാവുകൾ പോലും അകത്തേക്ക് പോകുവാൻ മടിക്കുന്നുണ്ട്. അവൻ ആ ബുഷിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഗൈഡും ഡ്രൈവറുമായ ചേട്ടന്മാർ പറഞ്ഞതനുസരിച്ച് ഇവന് 2 കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. ഈ 2 കുട്ടികളെ അവൻ കാടിനുള്ളിൽ വെച്ച് ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം അവൻ ചുറ്റുപാടും നോക്കാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. കാരണം ഈ കപ്സിനെ പുറത്തേക്ക് ഇറക്കണം അവന്. അതിനുവേണ്ടി അവൻ ടെറിട്ടറിയിലുള്ള അവൻ്റെ സ്ഥലങ്ങളെല്ലാം വീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണെന്നാണ് പറയുന്നത്. അനിലിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ സഫാരി തുടർന്നു. മെയിൻ റോഡിലൂടെ ഞങ്ങളുടെ സ്റ്റേഡി അവിടെ നിന്ന് അല്പദൂരം മാറിയപ്പോൾ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് ഇതേ പോകുന്ന മറ്റൊരു കരടി. മെയിൻ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന അവൻ്റെ ദൃശ്യങ്ങൾ എനിക്ക് പകർത്തുവാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തായിരുന്നു ഈ കരടിയുടെ സാന്നിധ്യം. എങ്കിലും സൈഡിൽ നിന്ന് അവൻ്റെ കാഴ്ചകൾ പകർത്തി. നല്ല പൊക്കം കിട്ടും. റെക്കോർഡിംഗ് ആണല്ലേ? അതെ 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 കാണാം. അവൻ്റെ അങ്ങോട്ട് കയറി പുള്ളി അങ്ങോട്ട് പോവാ. ഇവിടെ താമസിച്ചാൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് ഈ കാടിനുള്ളിലൂടെ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുവാൻ സാധിക്കും. ഹരണിക്കോട്ടയിൽ നിന്നും ഞങ്ങൾ മുതുമലയിലേക്കും മുതുമലയിൽ നിന്നും മസനഗുഡിയിലേക്കും ഒരു യാത്ര നടത്തി. ചെക്ക് പോസ്റ്റ് 9 മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത്. അതിനു മുന്നേ നമുക്ക് ചെക്ക് പോസ്റ്റ് കടന്ന് തിരിച്ച് കയറിയാൽ മതി. വീഡിയോയുടെ ലെങ്ത് ഏകദേശം കൂടുന്നത് കൊണ്ട് നമുക്ക് മസനഗുഡി മുതുമലയിലെ ഫോറസ്റ്റ് സ്റ്റേകളെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം. ഇവിടെ നമുക്ക് എങ്ങനെ താമസിക്കാം, മുതുമലയിലും മസനഗുഡിയിലും കാടിനുള്ളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ നമുക്ക് എങ്ങനെ താമസിക്കാം, സഫാരികൾ എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.